ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഫുട്ബോൾ ഒരുപാട് പേര് കളിക്കുന്നുണ്ടെങ്കിലും അതിലുള്ള സെറ്റിങ്സിനെ പറ്റി എല്ലാവർക്കൊന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അറിഞ്ഞോ അറിയാതെയോ ചില സെറ്റിങ്സുകൾ നമ്മുടെ ഗെയിം പ്ലേനെ തന്നെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ പ്ലേ സെറ്റിങ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ 30K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ 2 പേർക്ക് 15K റേഞ്ചുള്ള 2ഓളം ബീസ്റ്റ് ഈ ഫുട്ബോൾ അക്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോകാം. അതിൽ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. സോ നമ്മൾ നേരെ നമ്മുടെ പ്ലേ സെറ്റിങ്സിലോട്ട് പോവാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന കേസായിരിക്കും. എന്നാലും ചില കാര്യങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഗെയിം പ്ലേനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് 1 by 1 ആയിട്ട് തന്നെ നോക്കാം. ഇതിൽ ആദ്യം തന്നെ സ്മാർട്ട് അസിസ്റ്റ് കാണാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫീച്ചറാണ്. ഈ ഒരു ടാബിൽ നമുക്ക് ഓൺ ആക്കിയിട്ട് കളിക്കാനും അതുപോലെ തന്നെ ഓഫ് ആക്കിയിട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൺ ആക്കി കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേയിൽ ചില കാര്യങ്ങളിൽ AI കൂടെ അസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ബോൾ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പാസ് കൊടുക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് തന്നെ AI അത് ലോഫ്റ്റഡ് വേണോ അതല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ബോൾ വേണോ എന്നുള്ള കാര്യത്തിലൊക്കെ AIയുടെ കൺട്രോൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം നോക്കിക്കഴിഞ്ഞാൽ ചില ബോളുകൾ നമ്മൾ ക്ലിയർ കൊടുക്കാതെ തന്നെ AI ക്ലിയർ ചെയ്യുന്നുണ്ടാവും. ഇത് മിക്ക കേസിലും നമ്മൾ കൺസീഡ് ചെയ്യുന്നത് ഒഴിവാക്കി തരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവായുള്ള വശം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രിബിൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡാഷ് ബട്ടൺ പ്രസ് ചെയ്യാതെയാണ് ഡ്രിബിൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചില സ്കിൽ അല്ലെങ്കിൽ കട്ടിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്ലെയർ ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു നെഗറ്റീവായുള്ള വശം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ CFൻ്റെ മുന്നിലൊക്കെ ഗോളി മാത്രം ഉണ്ടാവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒരു ഷൂട്ട് കൊടുത്താൽ തന്നെ AI ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതൊരു സ്റ്റണ്ണിങ് ഷോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് നമ്മുടെ പോസ്റ്റിലേക്ക് പോകാതെ പുറത്തേക്ക് തെറിച്ച് പോകുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ത്രൂ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ടൈമിൽ AI ലോഫ്റ്റഡ് ആയിട്ടുള്ള ത്രൂ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈമിൽ ആ ഒരു ബോൾ നമുക്ക് കിട്ടാതെ വരികയും ആ ഒരു സിറ്റുവേഷനിൽ കൺട്രോൾ കിട്ടാതെ ആ ഒരു ബോളും കാര്യങ്ങളൊക്കെ ലോസ്റ്റ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് അസിസ്റ്റിനെ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഗെയിമിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ ടൈപ്പാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ടച്ച് ആൻഡ് ഫ്ലിക്കും ഉണ്ട്, അതുപോലെ തന്നെ വെർച്വൽ പാഡും ഉണ്ട്. ഈ ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾ ഏതിലാണോ ഓക്കെ ആ ഒരു കൺട്രോൾ ടൈപ്പ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ടച്ച് ആൻഡ് ഫ്ലിക്ക് അല്ലെങ്കിൽ അഡ്വാൻസ് കൺട്രോൾ തന്നെയാണ്. നിങ്ങൾ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ഷണൽ സ്റ്റിക്ക് ടൈപ്പാണ്. ഈ ഒരു കാര്യത്തിൽ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇതിൽ മൂവ് കൊടുത്താലും ഫിക്സ്ഡ് കൊടുത്താലും എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ കിട്ടുന്ന ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് തന്നെ അവിടെ കാണും. നമ്മൾ മൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് ആ ഒരു ഡയറക്ഷണൽ സ്റ്റിക്ക് വരുന്നതാണ്. എനിക്ക് എന്തെങ്കിലും ഓഫ് ചെയ്തിട്ട് കളിക്കാനാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം ഡബിൾ ടച്ച് പോലുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഡയറക്ഷണൽ സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ട്രിഗർ ആകാതെ വരുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കളിക്കാറ്. നിങ്ങൾ ഏതിലാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴ്സർ ചേഞ്ച് ആണ്. ഞാനിവിടെ സെമി ഓട്ടോ ആണ് കൊടുക്കുന്നത്. നമ്മൾ ഡിഫൻസിലോട്ട് വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ഓപ്പോണന്റെ കാലിൽ ബോളുള്ള ടൈമിൽ നമ്മുടെ പ്ലേസിനെ നമ്മൾ എങ്ങനെ സ്വിച്ച് ചെയ്യണം എന്നുള്ളതാണ്. മാനുവലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും പ്ലേസിന്റെ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ സ്വിച്ച് ആവുന്നത്. അല്ലാത്ത പക്ഷം സെമി ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ സ്മാർട്ട് അസിസ്റ്റ് പോലെ തന്നെ AI തന്നെ കൃത്യമായിട്ടുള്ള ടൈമിൽ ബോളിന്റെ അടുത്തുള്ള പ്ലേസിലേക്ക് സ്വിച്ച് ചെയ്യും. അല്ലാത്ത പക്ഷം നമുക്ക് തന്നെ മാനുവലായിട്ട് സ്വിച്ച് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അസിസ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി AIയുടെ കയ്യിലായിരിക്കും. നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ എനിക്കിതിൽ ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത് സെമി ഓട്ടോ തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് തന്നെ മാനുവലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AIയുടെ സപ്പോർട്ടും ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെന്റ് ഇൻപുട്ട് റേഞ്ച് ആണ്. നമ്മുടെ ഡയറക്ഷണൽ സ്റ്റിക്കിൽ നമ്മൾ പ്ലേസിനെ മൂവ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് 3 തരത്തിൽ ചെയ്യാൻ പറ്റും. വൈഡ്, അതുപോലെ തന്നെ മീഡിയം ആൻഡ് നാരോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മീഡിയം തന്നെയാണ്. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത് അല്ലെങ്കിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് മീഡിയത്തിലാണ്. നാരോ ആയിട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഗെയിമിൽ നടക്കാത്ത സിറ്റുവേഷൻ ഉണ്ട്. സോ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഞാനിവിടെ മീഡിയം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴ്സർ ചേഞ്ച് കൺട്രോൾ ആണ്. നമ്മൾ മുന്നേ കഴ്സർ ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സെമി ഓട്ടോ കൊടുത്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ടാപ്പിൽ തന്നെ നമ്മുടെ പ്ലേസ് സ്വിച്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഡബിൾ ടാപ്പ് ആൻഡ് ഫ്ലിക്ക് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താലും മാത്രമാണ് നമ്മുടെ പ്ലേസ് സ്വിച്ച് ആവുള്ളൂ എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നത് മെജോറിറ്റി ഓഫ് ആൾക്കാരും നമ്മുടെ ടാപ്പ് തന്നെയാണ് യൂസ് ചെയ്യുക. ഡബിൾ ടാപ്പ് ആൻഡ് ഫ്ലിക്ക് യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർച്വൽ പാഡിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ ക്ലാസിക് കൺട്രോൾ വരുന്ന യൂസേഴ്സിനാണ് ഈ ഒരു സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ബാധകമായിട്ടുള്ളൂ. അതിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴ്സർ ടൈപ്പ് ആണ്. ഇതെല്ലാവരും തന്നെ പ്ലെയർ നെയിം എന്നുള്ള ആ ഒരു ഓപ്ഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്ലെയർ ഇൻഡിക്കേറ്റർ ആണ്. അതിവിടെ ഓൺ തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ പാസ് സെർച്ച് ഗൈഡ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ നമുക്ക് എനബിൾ ആയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് കളിക്കുന്നത്.
വരുന്നത്. ഈ ഒരു കാര്യം ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പാസിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങൾ കൊടുത്തേക്കുന്നത് അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു എക്സ്ട്രാ ലൈൻ കൂടി നമ്മുടെ ഗെയിമിൽ വരുന്ന ടൈമിൽ കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓഫ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ അറ്റാക്ക് ആൻഡ് ഡിഫൻസ് ലൈനാണ്, ഇത് ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ റഡാറും ഓൺ ചെയ്തിട്ട് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന വിധം അഡ്ജസ്റ്റ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ലോഡ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഹൈ എന്നുള്ളതും ലോ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഹൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലാൻ എടുക്കുന്ന ടൈമിൽ നമ്മുടെ പ്ലേസിനെ കുറച്ചുകൂടി കൂടുതലായിട്ട് വൈഡറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ 2 റോ ആയിട്ട് മാത്രമേ പ്ലേസിനെ കാണാൻ സാധിക്കും എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമാണുള്ളത്. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ സെറ്റിംഗ്സിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്ന 2 ബീസ്റ്റ് അക്കൗണ്ടിനെ പറ്റിയും നിങ്ങൾ മറക്കാതിരിക്കാം. സോ ഗൈസ്, വീഡിയോ വൈൻഡ് അപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുക. ബൈ.